നമസ്കാരം, ഞാൻ ഷാക്ടെ. സ്വജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതരുടെ 2025 ശനീശ്വരൻ്റെ രാശിമാറ്റം സംബന്ധിച്ച ജ്യോതിഷ വിലയിരുത്തലുകൾ. ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നമ്മൾ നടത്തുന്നത് ശനീശ്വരനെ മാത്രം ആശ്രയിച്ചാണ്. ഒരു മാസത്തിലോ ഒരു വർഷത്തിലോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലോ എങ്ങനെയാണ് ജ്യോതിഷ ഫലങ്ങൾ പറയേണ്ടതെന്ന് ചോദിച്ചാൽ 9 നവഗ്രഹങ്ങളുടെ രാശിസ്ഥിതി പരിഗണിച്ചാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശനീശ്വരനെ മാത്രം പ്രാധാന്യം കൊടുത്ത് പറയുന്നതിന് കാരണം നവഗ്രഹങ്ങളിൽ ശനീശ്വരൻ എന്ന ഈശ്വരീയ നാമം ചേർത്ത് പറയുന്ന ഒരേ ഒരു ഗ്രഹം ശനീശ്വരനേ ഉള്ളൂ. ആയതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ രാശിസ്ഥിതി ഭാവങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് മറ്റേത് ഗ്രഹം മാറിയാലും അത്രയും വലിയ വിശേഷണം നൽകാത്ത സാഹചര്യത്തിൽ ശനീശ്വരൻ മാറുമ്പോഴത്തേക്കും കണ്ടകശനി, അഷ്ടമശനി, ഏഴരശനി എന്നൊക്കെ പറഞ്ഞ് ഓരോ നാമങ്ങൾ അറിയപ്പെടും. അപ്പം നമ്മൾ ഇന്നിവിടെ പറയുന്നത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രജാതരുടെ ശനിരാശി മാറ്റ ഫലമാണ്. ഇത് ജാതകപരമായ പ്രകാരമുള്ള ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾക്ക് കൂടെ വിധേയമാണ് ഈ ഫലങ്ങളും ചേർന്ന് വരുന്നതെന്ന് മനസ്സിലാക്കുക. 1200-ാം ആണ്ട് മീനമാസം 15-ാം തീയതി രാത്രി 10:39 കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി മാറുന്നത്. 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ ഏകദേശ കണക്കനുസരിച്ച് 2027 സെപ്റ്റംബർ മാസം വരെയുള്ള 2.5 വർഷ കാലയളവിനുള്ളിൽ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാനിടയുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് സന്താന ബുദ്ധിഭാവമായ 5-ലേക്കാണ് ശനീശ്വരൻ്റെ മാറ്റം. സന്താന ബുദ്ധിഭാവമായ 5-ലേക്ക് ശനീശ്വരൻ മാറുന്നത് ഗുണമാണോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ഗുണമാണ്. എന്നാൽ അത് പൂർണ്ണമായും ഗുണമാണോ? ചെറിയ ചെറിയ ദോഷങ്ങളുണ്ടാകും, അത്രേ ഉള്ളൂ. സന്താനങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ ആശങ്കകൾ ഉണ്ടാകാനിടയുള്ളൊരു കാലഘട്ടമാണ്. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തെ സംബന്ധിച്ചാവാം, അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാകാം, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒട്ടും യോജിക്കാത്ത കൂട്ടുകാരുമൊത്തുള്ള സഹവാസത്തെ സംബന്ധിച്ചു വരുന്ന അപവാദങ്ങളെയോ അപമാനങ്ങളെയോ ഭയമാവാം. അതല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും ആവാം. സന്താനങ്ങളോട് പ്രത്യേകം പറയേണ്ടത് സാഹസികമായിട്ടുള്ള പ്രവൃത്തികളൊന്നും കാണിക്കരുത്. പ്രത്യേകിച്ച് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ സാഹസികമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ കാണിച്ചാൽ അതിൽ നിന്നൊക്കെ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണെന്ന് സന്താനങ്ങൾ മറന്നു പോകാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഗർഭമലസുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം. സന്താനങ്ങൾക്ക് അടിക്കടി ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ രോഗ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. പക്ഷെ ഇതൊക്കെ താൽക്കാലികമാണ്. ഈ പറയുന്ന ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം സന്താനങ്ങളെ സംബന്ധിച്ച് ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ അതിന് തിരിച്ചുള്ളൊരു റിസൾട്ട് വരും, നല്ല റിസൾട്ട്. ഇത് മറിഞ്ഞു ഇരിക്കും. അതുപോലെ തന്നെ വിശേഷ ബുദ്ധി പ്രദർശിപ്പിക്കേണ്ടുന്ന പല കാര്യങ്ങളും ഈ കാലയളവിനുള്ളിൽ ഈ നക്ഷത്രജാതകരെ സമീപിക്കും. ഇവർക്ക് ഉണ്ടാകും. അതിലെടുക്കുന്ന തീരുമാനങ്ങൾ ബുദ്ധിപരമായിരിക്കണം. എടുത്തിയാടി കോപിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കരുത്. അതുപോലെ തന്നെ കുറുക്ക് വഴികളിലൂടെ എന്തെങ്കിലും നേടിയെടുക്കാം. അതിബുദ്ധി കാണിക്കരുത്. അതിബുദ്ധി കാണിച്ചാലും കൂടുതലായിട്ടുള്ള പ്രതിസന്ധികളുണ്ടാകും. കുറച്ചു കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന ഭാവനാവിലാസമായ ലോകം ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് പ്രണയ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർ അവർക്കൊരു സ്വപ്നമുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗൃഹനിർമ്മാണത്തെ സംബന്ധിച്ചൊരു സ്വപ്നം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച സ്വപ്നം. അങ്ങനെ ഭാവനാസമ്പന്നമായിട്ടുള്ളൊരു മേഖലയിലൂടെ കടന്നു പോയവർ റിയാലിറ്റിയിലേക്ക് കടക്കേണ്ടി വരും. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വസ്തുതയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും കടക്കേണ്ടി വരും. യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ ഭാവനാസമ്പന്നമായ ലോകത്തെ കണ്ടത്രയും നിറം പിടിപ്പിച്ച് മനോഹരമായ സീനുകളായിരിക്കില്ല റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ. അപ്പോൾ ഒരു നിരാശ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അറിവ് നേടാനുള്ള സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതിന് നല്ല രീതിയിൽ വിനിയോഗിക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ ചില അധികാരങ്ങൾ
ചില വ്യക്തികളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൗഹൃദങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാനിടയുണ്ട്. പൂർവജന്മ പുണ്യം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ചെയ്യാനുള്ള ഒരു വാസന ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ടുണ്ടാകും. അതും ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങളെ സംബന്ധിച്ച് വിരഹം അനുഭവിക്കാനിടയുണ്ട്. കാരണം സന്താനങ്ങൾ ജോലി കിട്ടി വിദേശത്തേക്കോ മറ്റോ ഒക്കെ പോകുന്നത് കൊണ്ട് ഒരു ദുഃഖം അനുഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. ഇനി ഇതിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സന്താനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള ഒരു ഇടപെടൽ ബുദ്ധിപൂർവവും ഭാവനാശക്തി വിലാസത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നുകൊണ്ട് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്ന തരത്തിലുമാവണം. അതായത് മക്കൾ തെറ്റ് ചെയ്താൽ മക്കളുടെ പോക്ക് ശരിയല്ലെങ്കിൽ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിരിക്കണം. അതല്ലാതെ അവരുടെ സ്വപ്നലോകത്തിലൂടെ നമ്മളും കൂടെ യാത്ര ചെയ്താൽ അവസാനം അത് സ്വപ്നലോകമാണെന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥയിൽ നമുക്ക് അതിൽ നിന്ന് ഊരിക്കൊണ്ട് പോരാൻ പറ്റില്ല. അതുപോലെ തന്നെ അറിവ്, അവർക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള അറിവുകൾ, ആ അറിവുകളെ മറ്റുള്ളവരിലേക്ക് പകരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളോ മറ്റുള്ളവരിൽ നിന്നും അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളോ ഒക്കെ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ അത്തരം നിലപാടുകളുമായിട്ട് പോകുമ്പോൾ മറ്റൊരാൾ നമ്മളെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ നിന്ന് കൊടുക്കരുത്. മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടൊക്കെ ഒരു പക്വത ഈ കൂറുകാർക്ക് ഈ കാലഘട്ടത്തിൽ വരും. ഉപദേശമൊക്കെ നല്ലതാണ്, പക്ഷെ ആ ഉപദേശത്തിൽ മാത്രം നമ്മൾ ലയിച്ച് അവരുടെ പ്രശ്നം നമ്മുടേതാണെന്നും പറഞ്ഞ് ചുമലിലേറ്റി നടന്നാൽ അതിൽ നിന്നും തിക്താനുഭവങ്ങളുണ്ടാകും. പൂർവജന്മ പുണ്യം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള കൂട്ടുകെട്ടുകളും പ്രവൃത്തികളും ഒരു കാരണവശാലും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ട് ഉള്ള ലഭ്യതയ്ക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ശാന്തത വേണം, ക്ഷമ വേണം. അതുപോലെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവ സംബന്ധിച്ചും വരുന്ന വിഷയങ്ങളെ തന്മയത്വത്തോടുകൂടെ ഇടപെടണം. അല്ലാതെ കാളെ പറ്റുമെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന രീതിയിൽ നെടുമുടി ചമ്പക്കുളം എന്ന് പറഞ്ഞാൽ ഉടനെ ഓടിപ്പോകുന്ന രീതിയിലൊന്നും വരരുത്. ശാന്തതയോടുകൂടെ ആലോചനാ ശക്തിയോടുകൂടെ നിൽക്കുക. പ്രവാസ ജീവിതത്തിന് പറ്റിയൊരു കാലഘട്ടമാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കാനിടയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിലും ചെറിയ ചെറിയ മുറുമുറുപ്പുകളും ചെറിയ ചെറിയ ശത്രുദോഷമൊക്കെ ഉണ്ടാകും. അതിനെയൊക്കെ നമ്മൾ വിനയം കൊണ്ടും ക്ഷമ കൊണ്ടും ബുദ്ധി കൊണ്ടും മറികടക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കേണ്ടുന്ന ഒരു നല്ല നിലപാട്. ശാരീരികമായിട്ട് പ്രത്യേകിച്ച് കാൽമുട്ടിൻ്റെ താഴേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒടിവ് ചതവുകളൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കാലിടറി വീഴാനുള്ള സാഹചര്യങ്ങൾ, ഇവയിലൊക്കെ നമുക്ക് നല്ല ശ്രദ്ധ വേണം. ആ ശ്രദ്ധയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ശനി 5-ൽ വന്നിരിക്കുന്നത് ദോഷമാണെന്നും പറയാൻ പറ്റില്ല. സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങളോ അപമാനങ്ങളോ ഉണ്ടാകാമെന്നൊക്കെ ഫലം പറഞ്ഞു പോകാം. പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് മറ്റു ചില ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും സാന്നിധ്യവും ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ വലിയതായിട്ടൊന്നും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. ദശാനാഥനും അപകാരനാഥനും ഒക്കെ വളരെ നീചന്മാരായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ സന്താനങ്ങൾ മൂലം അപവാദവും ഒക്കെ വരാനിടയുള്ളൂ. അതൊന്നും ഇല്ലെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ഇനിയാണ് നമ്മളുടെ ബുദ്ധിയും ശക്തിയും വിവേകവും പാണ്ഡിത്യവും ഒക്കെ നമ്മളുടെ ജീവിത യാത്രയിൽ പ്രയോജനപ്പെടുത്തേണ്ടത്. മറ്റാരെങ്കിലും പറയുന്ന മോഹന വാഗ്ദാനങ്ങൾ കേട്ട് നമ്മളെ തന്നെ വിൽക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അത്തരത്തിലുള്ള ഓഫറുകളുമായിട്ട് വിവിധ തരത്തിലുള്ള ആളുകൾ സമീപിക്കാനിടയുണ്ട്. അത്തരക്കാരെ 7 കാതം അകലെ നിർത്തിക്കൊണ്ട് നമ്മുടെ റൂട്ടിൽ പോയിക്കൊണ്ടേയിരിക്കണം. പട്ടിണിയാണെങ്കിലും മുളകും വെള്ളമാണെങ്കിലും മുളകും കഞ്ഞിയാണെങ്കിലും കുടിച്ചുകൊണ്ട് സന്തോഷമായിട്ട് നമ്മുടെ കുടുംബസമേതം പോകുന്ന ഒരു തലത്തിൽ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. ദോഷപരിഹാരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. അസ്തമയ ശേഷം ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീരാജനം നടത്തുക. അതിലുപരി ഭരദേവത പ്രീതി വരുത്തണം. കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ദേശദേവത പോലുള്ള ഭരദേവത പ്രീതി വരുത്തുന്നത് ഈ ശനി 5-ൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. ഭരദേവതമാരുടെ സഹായവും സാന്നിധ്യവും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പം ആ സാഹചര്യത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര ഭരദേവതയുമായിട്ട്, ഭരദേവത എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല, അപ്പൂപ്പന്മാരായിട്ട് ആരാധിച്ചു പോരുന്ന ദേവത, അപ്പൂപ്പന്മാരായിട്ട് വണങ്ങി പോരുന്ന ദേവത, അപ്പൂപ്പന്മാരായിട്ട് ദർശനം നടത്തി പോരുന്ന ദേവാലയം. ആ ദേവാലയങ്ങളിൽ നമ്മൾ ദർശനം നടത്തുകയും
അവിടെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഗ്രന്ഥ പാരായണം നടത്തുകയൊക്കെ ചെയ്താൽ പരദേവത പ്രീതിയായി. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ 2-2.5 വർഷക്കാലം പോവുകയാണെങ്കിൽ ഒരു പോറല് പോലും വെക്കാതെ മനസ്സ് ചെറുതായിട്ടൊന്ന് സങ്കടപ്പെടുക പോലും ചെയ്യാതെ നമുക്ക് ഈ 2.5 വർഷക്കാലം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.